ഹലോ ഗൈസ്, നമസ്കാരം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട് വിജയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പടമാണ്. വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് തൊട്ട് മുമ്പായിട്ട് അഭിനയിക്കുന്ന ഒരു പടം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് സിനിമ അഭിനയം നിർത്തുന്നു എന്നുള്ള ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അവസാനത്തെ പടം. അങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുശേഷം അഭിനയിക്കുകയോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും ഈ പടത്തിന്റെ റിവ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ വെങ്കട്ട് പ്രഭു ഇങ്ങനെ ഒരു ചതി വിജയോട് ചെയ്യാൻ പാടില്ല ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്പോയിലേഴ്സ് ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. എല്ലാവരും സദയം ക്ഷമിക്കുക. ഒരു വിജയ് ഫാൻ എന്ന് ഉള്ള ഒരു ലെവൽ വെച്ചിട്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു അച്ഛൻ മകൻ കഥയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇന്ത്യൻ ആണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്ത്യൻ ഫസ്റ്റ് ഇന്ത്യൻ ആണ് എനിക്ക് ഓർമ്മ വന്നത്. അത് കുറച്ചുകൂടെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങി ഇന്ത്യൻ ടു ഇറങ്ങി പൊട്ടിയല്ലോ, അല്ലെങ്കിൽ ഇന്ത്യൻ ടു ഇറങ്ങി നശിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിനെ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇതായിരുന്നു അതിനകത്ത് ഒരു ഇന്ത്യൻ ടു ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ കോടിയെന്ന് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ കമലഹാസൻ എൻ്റെ മകൻ കമലഹാസൻ വരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാണിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇതില് 4 ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് വിജയുടെ കൂടെ തന്നെ നമ്മുടെ അജ്മൽ അമീർ, അതുപോലെ പഴയ കാല നായക നടനായിട്ടുണ്ടായിരുന്ന പ്രശാന്ത്, പിന്നെ നമ്മുടെ പ്രഭുദേവ. ഈ 4 പേരുമാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളായിട്ട് ആദ്യ അവസാനം കാണിക്കുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നിയത്, ഇപ്പൊ ഇതിനകത്ത് പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്നത്, ഇത് മട്ട മട്ട എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പാട്ടുണ്ട്. ആ ഡാൻസ് സ്റ്റെപ്സ് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ടായത്. അതുപോലെ പ്രഭുദേവയും ഇവരെല്ലാം കൂടെ ഉള്ള ഒരു പാട്ടുണ്ട്. അതിനകത്ത് സ്റ്റെപ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഡാൻസ് വൈസ് സ്റ്റെപ്സ് ഒക്കെ നല്ല രസമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു ഭയങ്കര വൈറലായിട്ടൊരു പാട്ട് വന്നെങ്കിലും ട്രോളി കൊന്ന പാട്ടുകളാണ് ശരിക്കും അതെനിക്ക് അത്ര ഫീൽ ആയിട്ട് തോന്നിയില്ല. പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ മട്ട എന്ന് പറയുന്ന പാട്ടിൽ തൃഷ ഒരു ഐറ്റം ഗേൾ എന്നുള്ള ലെവലിൽ കാണിക്കുന്നുണ്ട്. ലിയോയ്ക്ക് ശേഷം വീണ്ടും തൃഷ വിജയുടെ കൂടെ അഭിനയിച്ചതാണ്. ആദ്യത്തെ പാട്ട് ഇവർ 4 പേരും കൂടെ ഉള്ള ഒരു പാട്ട് തന്നെയാണ്. അതിനകത്ത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇത് 4 പേരിൽ അജ്മൽ അമീർ എന്ന അജ്മൽ അമീർ ചെയ്ത കഥാപാത്രത്തിന് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ല. ആ പാട്ടിനകത്ത് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പാട്ടിനകത്ത് പല ഭാഗത്തും അജ്മൽ അമീർ ഇല്ല. പിന്നെ ഇടയ്ക്ക് വന്ന് കയറുന്നു. അങ്ങനെയുള്ള കുറച്ചൊരു എന്തൊക്കെയോ കുറെ കൺഫ്യൂസിങ് ആണ്. മേ ബി അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു VFX ലെവൽ, അതിനേത് പറയാൻ പറ്റിയപ്പോൾ ധൂമിൽ ഋതിക് റോഷൻ അഭിനയിച്ചിട്ടുള്ള പടമുണ്ടല്ലോ, ധൂം 2 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഫസ്റ്റ് ഷോട്ട് വരുന്നുണ്ട്, ഒരു ട്രെയിനിൽ വന്നിറങ്ങുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ ഷോട്ട്സ് ഒക്കെ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ VFX ഒക്കെ ശരിക്കും പറഞ്ഞാൽ പക്ക VFX എന്നുള്ളത് എടുത്തറിയാൻ പറ്റുന്ന ലെവലാണ്. ഭയങ്കരമായിട്ട് തമ്മിൽ ഭയങ്കര ഒരു ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ സീൻസ് ഒക്കെ. പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഒരുപാട് ഏരിയാസ് ഉണ്ട്. നമുക്ക് ഒട്ടും കൺവിൻസിങ് ആകാത്തത്. പിന്നെ നായിക എന്ന് പറയാനൊന്നുമില്ല. ശരിക്കും ഒരു സ്ത്രീ കഥാപാത്രം, ഒരു മെയിൻ കഥാപാത്രമായിട്ട് ഉള്ളത് സ്നേഹയാണ്. സ്നേഹ വിജയുടെ വൈഫായിട്ടാണ് ഉള്ളത്. അത്യാവശ്യം ബോറല്ലാതെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സാധാരണ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു 1.5 മണിക്കൂർ ഉള്ള ഒരു ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ് ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് സെക്കൻഡ് കഥാപാത്രം വരുന്നത്. പിന്നെ ആ കഥാപാത്രത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. പിന്നെ അതിനകത്ത് വില്ലൻ ക്യാരക്ടർ ഏതാണെന്നുള്ളത് റിവീൽ ചെയ്യുന്നു. അവിടെ തന്നെയാണ് റിവീൽ ചെയ്ത് വരുന്നത്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം ഒന്നും എൻഗേജിങ് ആയിട്ടുള്ള ഒരു സീൻ പോലും ഇല്ലാതെ എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. ഇത് വിജയ് ഫാൻസ്, ഡൈ ഹാർഡ് ഫാൻസ് ആയിട്ടുള്ള വിജയ് ഫാൻസ് ഉണ്ടെങ്കിൽ വന്ന് ഇതിന് തെളിവ് പറയാൻ വരരുത്. കാരണം ഞാനും ഒരു വിജയ് ഫാനായിട്ട് തന്നെയാണ് ഈ പടം കണ്ടത്. പക്ഷെ എനിക്ക് കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു. ഇത് ക്ലൈമാക്സ് കാണിക്കുന്നത് ഒരു ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ IPL മാച്ച്, ചെന്നൈ വേഴ്സസ് മുംബൈ, ഇതിലാണ് കാണിക്കുന്നത്. എന്തിനായിരുന്നു അങ്ങനെ ഒരു സ്റ്റേഡിയം കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളിയുടെ ഇത് കാണിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. ഒട്ടും കൺവിൻസിങ് അല്ല. പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവസാനം പടം എങ്ങനെയൊക്കെ തീർക്കുന്നു. തീർക്കുന്നത് മാത്രമല്ല, ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അവസാനത്തെ ടൈലൻഡിൽ കാണിക്കുന്നു. അപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു ഭാഗമാണെന്നുള്ളതാണ് ഈ പടത്തിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനായിട്ടുള്ള രണ്ട് സീനുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ളത്, പ്രശാന്തിന്റെ ഒരു സീനുണ്ട്, പ്രഭുദേവയുടെ ഒരു സീനുണ്ട്. ഈ 2 സീനുകളും ശരിക്കും അത് പറഞ്ഞ സ്പോയിലർ ആയിരുന്നു, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് AI ഉപയോഗിച്ച് വിജയ്
ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് ടെക്നോളജിക്കലി നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആക്ഷൻസ് ഉണ്ട്. ചില ആക്ഷൻസ് ഒക്കെ വളരെ നല്ല ആക്ഷൻസ് തന്നെയാണ്. ട്രെയിനിനകത്തൊക്കെ ഉള്ളൊരു ആക്ഷൻ ഉണ്ട്. അത് വളരെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ഷോട്ടുണ്ട്. ആ വിജയെ കാണിക്കുന്ന ഒരു ഷോട്ട്. അതായത് അച്ഛൻ വിജയെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് നല്ല അടിപൊളി ഷോട്ടാണ്. അതല്ലാതെ സ്റ്റോറി വൈസും ബാക്കിയുള്ള രീതികളെല്ലാം തന്നെ വളരെ ആവറേജാണ്. എന്തായാലും ഒരു വിജയ് ഫാൻ എന്ന നിലയിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ് എനിക്കിത്. എനിക്ക് കണക്റ്റ് ആയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കണക്റ്റ് ആയവർ ഒരുപാട് പേരുണ്ടാവും. വിജയ് ഡൈ ഹാർഡ് ഫാൻസ് ഒരുപാട് പേരുണ്ടാവും. നന്നായിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവും. ഇതിൻ്റെ കുറവ് പുള്ളി ഒരു പടം കൂടെ അഭിനയിച്ച് തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടിട്ടുള്ളവർ പ്ലീസ് നിങ്ങളുടെ അഭിപ്രായം പറയുക.